എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പോർട്സ്ഫിഗർ വെബ് സെക്യൂരിറ്റി അക്കാഡമിയിലെ സെർവർ സൈഡ് വൾനറബിലിറ്റീസിൽ വരുന്ന ലാബാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ പാത്ത് ട്രാവേഴ്സിലും ആക്സസ് കൺട്രോളിൻ്റെ ലാബ്സൊക്കെ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. അപ്പോൾ ഇന്നത്തെ ലാബ് എന്ന് പറയുന്നത് യൂസർ റോൾ കൺട്രോൾ ബൈ റിക്വസ്റ്റ് പാരാമീറ്റർ. അതായത് അഡ്മിനെ കറക്റ്റായിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അഡ്മിനെ പോലെ തന്നെ ആ വെബ്സൈറ്റിൽ കയറുന്ന ഏതൊരു യൂസർക്കും അതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കുറച്ച് യൂസർ റിക്വസ്റ്റ് പാരാമീറ്റർ മാറ്റി കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ആക്സസ് കിട്ടും. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ആക്സസ് ദ ലാബ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പുതിയൊരു വിൻഡോ അവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇങ്ങനെ ഒരു വിൻഡോ, അതായത് ഒരു വൾണറബിൾ ആയിട്ടുള്ള ലാബ്സ് ആണ് ഇതിൽ കംപ്ലീറ്റ്ലി നമുക്ക് ചെയ്ത് പഠിക്കാനുള്ള ലാബാണ് ഇതൊക്കെ. അപ്പം ഇങ്ങനെ ഒരു ലാബാണ് വരുന്നത്. അപ്പോൾ ഹോം മൈ അക്കൗണ്ട് ഇങ്ങനെ ഒരു ഷോപ്പിംഗ് കാർട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏതൊരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഡ്മിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ് /admin ആണ് ചെയ്ത് നോക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിൻ ഇന്റർഫേസ് ഓൺലി അവൈലബിൾ ഇഫ് ലോഗ്ഡ് ഇൻ ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ ഓൾറെഡി നമുക്ക് ഈ ലാബിൽ പറഞ്ഞിട്ടുണ്ട്, യു ക്യാൻ ലോഗ് ഇൻ ടു യുവർ ഓൺ അക്കൗണ്ട് യൂസിങ് ദ ഫോളോയിങ് ക്രെഡൻഷ്യൽസ്. യൂസർ നെയിമും വീനറായിട്ടും പാസ്വേഡ് പീറ്ററായിട്ടും കൊടുത്ത് നമുക്കതിലേക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ മൈ അക്കൗണ്ട് എന്നുള്ള പോർഷനിൽ ക്ലിക്ക് ചെയ്ത് യൂസർ നെയിം അവർ പറഞ്ഞിരിക്കുന്നത് വീനറാണ്, പാസ്വേഡ് പീറ്റർ. ഇത് ക്ലിക്ക് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിലോട്ട് മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞ യൂസർ നെയിം വീനർ വെച്ചിട്ട് കയറിയിട്ടുണ്ട്. ഇനി അടുത്ത കേസിൽ നമുക്ക് ഇതിൻ്റെ ആക്സസ് കിട്ടാനായിട്ട് ഇനിയിപ്പോൾ ഇമെയിലോ അതൊക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണ കേസിൽ പോലെ നമ്മൾ ഫസ്റ്റ് ഒരു മെയിൽ വെബ്സൈറ്റ് കിട്ടിയ /admin വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില കേസസ് എല്ലാം കയറാൻ പറ്റും. ചില കേസിൽ robots.txt വെച്ച് കഴിഞ്ഞാൽ ഡിസലോ എന്ന് പറഞ്ഞൊരു യൂസർ ഏജന്റ് ഡിസലോ എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ കാണിച്ചത് ഡിസ്ക്ലോസ് ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ആക്സസ് കിട്ടും. പക്ഷേ അടുത്ത കേസ് എന്ന് പറയുന്നത് സോഴ്സ് കോഡ് ചെക്ക് ചെയ്താൽ മതി. സോഴ്സ് കോഡ് വെച്ചിട്ടും ഒരു ഹിഡൻ ആയിട്ടുള്ള വാല്യൂസ് അതിൽ എൻ്റർ ചെയ്തിട്ടുണ്ടോ അതും വെച്ച് നമുക്ക് അഡ്മിനിലോട്ട് ആക്സസ് കിട്ടും. ഈ ഒരു കേസിൽ നമുക്ക് വെബ് സ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ സൊല്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്, ബ്രൗസ് ടു /admin, ഒബ്സർവ് ദാറ്റ് യു കാൺഡ് ആക്സസ് ദ അഡ്മിൻ പാനൽ. ഇനി ബ്രൗസ് ടു ലോഗിൻ പേജ്. ഇനി വെബ് സ്യൂട്ടിലത്തെ പ്രോക്സി യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വെബ് സ്യൂട്ട് ഓപ്പൺ ആക്കി വെക്കുക. എന്നിട്ട് അതിൽ ഓപ്പൺ ബ്രൗസർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു ഓപ്പൺ ബ്രൗസറാണ് ഇതിൽ വരുന്നത്. അതിൽ നമ്മൾ ഇതിൻ്റെ ഈ ലാബിൻ്റെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യണം. ഈ ലിങ്ക് എടുത്ത് ഈ വെബ് സ്യൂട്ടിൽ ഇതിൻ്റെ ഓപ്പൺ ബ്രൗസർ എന്ന് പറഞ്ഞ ഭാഗത്ത് കോപ്പി പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെയുള്ള റിക്വസ്റ്റ് കംപ്ലീറ്റ് ഇന്റർസെപ്റ്റ് ചെയ്ത് പോകുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് വെബ് സ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അക്കാഡമി, ലാബ് ഹെഡർ, മൈ അക്കൗണ്ട് ID വീനർ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹോം പേജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിക്വസ്റ്റ് ഇവിടെ ഇന്റർസെപ്റ്റ് ചെയ്ത് ഇവിടെ കാണിക്കും. മൈ അക്കൗണ്ട് കൊടുത്തപ്പോഴും ഇവിടെ ഇങ്ങനെയാണ് കാണിച്ചത്. ഇനി ഇവിടെ ലോഗ് ഔട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ലോഗ് ഔട്ട് ആവും. ലോഗിൻ ചെയ്യാനായിട്ട് നേരത്തെ പോലെ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാം. അതിൻ്റെ റിക്വസ്റ്റും അവിടെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ലോഗിനും അഗൈൻ ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ ലോഗിൻ ചെയ്തു, ലോഗിൻ്റെ റിക്വസ്റ്റും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ലോഗിൻ ചെയ്ത ഈ പോസ്റ്റ് റിക്വസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നോക്കിയാൽ നമുക്ക് കാണാം അഡ്മിൻ ഫോൾസ്, അതുപോലെ സെഷന് ഒരു കുക്കി കാണിച്ചിട്ടുണ്ടായിരിക്കും. സെഷൻ ഇത് നോർമൽ കുക്കിയാണ്.
നമ്മളൊരു ലോഗിൻ ചെയ്യുന്ന സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന കുക്കിയാണ്. അഡ്മിൻ ഈക്വൽ ടു ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും അഡ്മിൻ അല്ല. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പാരാമീറ്റർ ആണ്. അഡ്മിൻ ഈക്വൽ ടു ട്രൂ ഇട്ട് കൊടുത്താലാണ് അത് അഡ്മിൻ പാനലിലോട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ മൈ അക്കൗണ്ട് എന്നുള്ളത് റിപ്പീറ്ററിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം. സെൻഡ് ടു റിപ്പീറ്റർ, ഇത് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പാരാമീറ്റർ കിട്ടും, അഡ്മിൻ ഈക്വൽ ടു ഫോൾസ്. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്മിൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0 മാച്ചസ് ആണ്. ഇവിടെ പ്രത്യേകിച്ച് അഡ്മിന് റിലേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ അഡ്മിൻ ഈക്വൽ ടു ഫോൾസ് എന്ന് പറഞ്ഞാൽ നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പാരാമീറ്റർ ആണ്. അതായത് അഡ്മിൻ ഈക്വൽ ടു ഫോൾസ് എന്ന് പറഞ്ഞത് അഡ്മിൻ അല്ല, നമ്മളത് ചേഞ്ച് ചെയ്ത് ട്രൂ ആക്കി മാറ്റണം. ദെൻ സെൻഡ് ടു വെബ്സ്യൂ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുക. അപ്പോൾ അവിടെ അഡ്മിൻ്റെ സ്ഥലത്ത് 2 മാച്ചസ് വന്നിട്ടുണ്ട്. അഡ്മിൻ /admin പാനൽ. അപ്പോൾ അഡ്മിൻ പാനൽ ഈ ഒരു സെഷൻ ഈ ഒരു കുക്കി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിത് അഡ്മിൻ പാനലിലോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാനുള്ളത് ഇതിൽ ഇൻസ്പെക്റ്റിൽ പോയി ഇവിടെ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യണം. അതിൽ നമുക്ക് കുക്കി എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടായിരിക്കും. ഇവിടെ കുക്കീസിൻ്റെ താഴെ അവിടെ പോയി നമ്മൾ അഗെയിൻ അഡ്മിൻ്റെ അവിടെ ഫോൾസ് കുക്കി മാറ്റിയിട്ട് ട്രൂ ആക്കിയിട്ട് ചേഞ്ച് ചെയ്ത് എൻ്റർ കൊടുക്കണം. ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു അഡ്മിൻ പാനൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ അഡ്മിൻ പാനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 യൂസേഴ്സ് കാണാനായിട്ട് പറ്റും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിലെ അഡ്മിനിൽ വരുന്ന കാർലോസ് എന്ന് പറയുന്ന ഒരു യൂസറിനെ ഡിലീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ടാസ്ക്. അപ്പോൾ അതിൽ നമുക്ക് കാർലോസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ലാബ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് കൺഗ്രാജുലേഷൻ യു സോൾവ് ദ ലാബ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മളോട് ഇപ്പോൾ ഇതിൽ യൂസർ റോൾ കൺട്രോൾ ബൈ റിക്വസ്റ്റ് പാരാമീറ്റർ നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന കുക്കീസ് സെഷൻ കുക്കി ഉണ്ട്, അതുപോലെ അഡ്മിൻ്റെ കുക്കി ഉണ്ട്. അപ്പോൾ അത് തമ്മിൽ അഡ്മിൻ എപ്പോഴും കുക്കി ട്രൂ ആക്കി വെക്കണം. അപ്പോൾ ഇത് ഫോർജബിൾ കുക്കിയാണ്. ആ കുക്കി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അഡ്മിൻ പാനലിലോട്ട് ആക്സസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു.